ഹലോ എവ്രിവൺ, ഞങ്ങൾ ഡേ 2 ആണിത്. സ്നോഫ്ലേക്ക് എടാ ശരിക്കും ക്യാമറ കാണാൻ പിടിക്കുക. പോകുന്നേ ഇല്ല, മെൽറ്റ് ആവുന്നേ ഇല്ല. ഞങ്ങളപ്പം ലിക്റ്റൻസ്റ്റൈനിലെ 2ാമത്തെ ദിവസമാണ് ഇത്. എൻ്റെ പുറകെയുള്ളത് ഇവിടുത്തെ സെയിൻറ്റ് ഫ്ലോറിൻ ചർച്ച്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്, പാം സൺഡേ. അപ്പം ഞങ്ങൾ ഓൾറെഡി പള്ളിയിൽ പോയി. DJ എൻ്റെ കൂടെ വന്ന് കുർബാനയൊക്കെ കൂടി. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഓലയല്ല, ഇങ്ങനെ ഒരു സംഭവം തന്നെ. ജർമ്മനിയിലാണെങ്കിൽ ഒരു ടൈപ്പ് ഒലീവ്സിനെ പോലത്തെ ഒരു ഇല തരും. കഴിഞ്ഞ വർഷം നെതർലാൻഡ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും ഒരു നമ്മുടെയൊക്കെ ഈ സൈഡിൽ കൂടെ കാണുന്ന ഒരു തരം ചെടിയുടെ ഇലയാണ് തന്നെ, ഓല പോലത്തെ ഒരു എന്താ പറയുക, നാട്ടിലെ പോലെ ഓലയല്ല തന്നെ. അപ്പം അങ്ങനെ ഞാൻ ഈ പള്ളിയൊക്കെ ചുറ്റും കാണിക്കാം. ബട്ട് അതിനു മുന്നേ നിങ്ങൾ പള്ളിയുടെ ഉള്ളിൽ നിന്നും ഞാൻ എടുത്ത വീഡിയോസൊക്കെ കണ്ടിട്ട് പോവാം കേട്ടോ. അപ്പം നമുക്ക് ഒഫീഷ്യലി ഡേ 2 തുടങ്ങിയാലോ. രാവിലെ തന്നെ ഞങ്ങൾ ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ഈ ടോപ്പ് DJ എനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തന്ന. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി. കുർബാന ജർമ്മനിലായിരുന്നു, അതുകൊണ്ട് ഫെമിലിയർ ആയിരുന്നു. ജർമ്മനിയിൽ ഓശാനയ്ക്ക് ഒലീവ് ലീവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുന്നത്, അല്ലെങ്കിൽ മലയാളം കുർബാനയ്ക്ക് ചിലപ്പോൾ ഓല കിട്ടും. ഇവിടെ ഈ ഒരു ടൈപ്പ് ഇലയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെഞ്ചരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ കൈ നിറയെ ഇത് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്കും DJക്കും എന്നുള്ള രീതിയിൽ 2 എടുത്തു. ഈ ഇലയാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം നെതർലാൻഡ്സിൽ നിന്ന് വേറൊരു ടൈപ്പ് ഇലയാണ് കിട്ടിയത്. ഓരോ വർഷവും ഓരോ രാജ്യത്തു നിന്ന് ഓശാന കൂടാൻ പറ്റുന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഈ പള്ളി അവിടുത്തെ സിറ്റി സെൻറ്ററിലുള്ള പള്ളി ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ ആർക്കിടെക്ചർ നോർമൽ ആർക്കിടെക്ചറായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട കാര്യം, ഈ കുർബാന കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് മുട്ടുകുത്തി നിന്നാൽ അച്ഛൻ നമ്മുടെ തലയിൽ കൈതൊട്ട് പ്രാർത്ഥിക്കും. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ ആൾക്കാർക്കും അങ്ങനെ പോയി അച്ഛൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹം കിട്ടുന്ന പോലത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇത് അവിടെയാട്ടോ ആ ഇല വെച്ചിട്ടുള്ളത്. ആൾക്കാർ അവിടുന്ന് സ്റ്റിൽ എടുക്കുന്നുണ്ട്. ഈ സൈഡിലുള്ള ഈ നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ പല സ്ഥലങ്ങളിലുള്ള പല ഫോട്ടോസില്ലേ, അതിവിടെ വുഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ 7 ഫോട്ടോ ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ 7 ഫോട്ടോ ഉണ്ട്. നല്ലതായിരുന്നു. പള്ളി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. യൂഷ്വലി നമ്മൾ ജർമ്മനിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പള്ളി തന്നെ. പിന്നെ ഈ പള്ളി വിശുദ്ധ ഫ്ലോറിൻ്റെ പേരിലാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഫ്ലോറിൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ലേഡിയായിരുന്നു, പക്ഷേ ഇതൊരു മെയിൽ ആണാണ്. ഇവിടെ നല്ല സ്നോയിങ് ആണ്. അതായത് സ്നോ പ്ലസ് ഇത് മിക്സ്ഡ്. അതുകൊണ്ട് എൻ്റെ മുടിയിലൊക്കെ ഹെയർ, അത് എൻ്റെ മുടി വീണെടുക്കുന്നത് കംപ്ലീറ്റ്ലി സ്നോ അല്ല, ആലിപ്പഴവും സ്നോയും ഒക്കെ മിക്സ് ആയിട്ടാണ് വീണുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതൊരു സ്നോ ഫ്ലേക്കാണ്. നല്ല ഷേപ്പുള്ള ഒരു ഫ്ലേക്ക് ഒന്നുകൂടെ വീണു. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് പള്ളി ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇതാട്ടോ പള്ളിയുടെ ഫ്രണ്ടിൽ താഴെ സ്നോ വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പള്ളീനെ പറ്റി ഞാൻ നോക്കിയപ്പോൾ ആൾക്കാർ അടുത്ത് കുർബാനയ്ക്ക് പോകുന്നുണ്ട്. പിള്ളേരൊക്കെ കയ്യിൽ ഇലയൊക്കെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. പള്ളിയുടെ സൈഡിലും പിന്നെ പള്ളിയുടെ ഓപ്പോസിറ്റും ഇതുപോലെ ഒരുപാട് ചെറി ബ്ലോസം ചെടികളുണ്ടായിരുന്നേ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചെറി ബ്ലോസംസ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതായത് അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ശാഖകളുടെ ഷേപ്പും ഒക്കെ അവർ അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ മ്യൂണിക്കിൽ ഒളിമ്പിയ പാർക്കിലൊക്കെ നിറച്ചും ചെറി ബ്ലോസംസ് ഉണ്ട്. അതൊന്നും കാണാൻ ഇങ്ങനെയല്ല. അതായത് പൂവ് സെയിം ആണ്, പക്ഷേ മരത്തിൻ്റെ ഷേപ്പ് ഒരു സാധാരണ മരം പോലെ അത് ഫ്രീ ആയിട്ട് വളർന്നു നിൽക്കുന്നു. ഇത് കണ്ടോ, അവർ ഭയങ്കര ഡിഫൈൻഡ് ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ താഴെയൊക്കെ പൂവിൻ്റെ പെറ്റൽസൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇനി മ്യൂണിക്ക് ചെന്നിട്ട് വേണം ചെറി ബ്ലോസം പോയി നോക്കാൻ. ഇത് ഞാനും DJയും കൂടെ കഷ്ടപ്പെട്ട് സ്നോ ഫ്ലേക്കിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. മ്യൂണിക്കിൽ ഒരുപാട് സ്നോ ഇത്തവണ വന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ സ്നോ ഫ്ലേക്കിൻ്റെ ഷേപ്പിലുള്ളത് ഞാൻ കുറേ നോക്കിയെങ്കിലും അങ്ങനെ ഒരു പെർഫെക്റ്റ് ഷേപ്പ് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഇത്തവണ ഇവിടുന്ന് നല്ലപോലെ കിട്ടി. ഞാനും DJ ഇത് കുറേ നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു. ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് വീഴുന്ന കാണുമ്പം ഞങ്ങൾക്ക് 2 പേർക്കും എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല, ബട്ട് ഞാനും DJയും കുറേ നേരം ഇതവിടെ നിന്ന് നോക്കി. പിന്നെ നമ്മൾക്ക്
കുറച്ചും കൂടെ ഈ ഹെയിൽ സ്റ്റോം വീഴാത്ത സ്നോ ഫ്ലേക്സ് മാത്രം വീഴുന്ന സമയമാണെങ്കിൽ കുറച്ചും കൂടെ വെറൈറ്റി ഷേപ്സ് കാണാൻ പറ്റും. ഇതിപ്പം ജസ്റ്റ് കുറച്ച് തിക്കായിട്ടുള്ള ഫ്ലേക്സ് ആയിരുന്നു വീണുകൊണ്ടിരുന്നത്. അതുപോലെ ആലിപ്പഴവും രണ്ടും വീഴുന്നുണ്ടായിരുന്നു, സ്നോ ഫ്ലേക്സ് മാത്രമല്ലായിരുന്നു വീഴുന്നത്. ആർക്കെങ്കിലും ഒക്കെ സ്നോ ഫ്ലേക്കിൻ്റെ ഷേപ്പ് ഒറിജിനൽ ആണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, റിയൽ ആയിട്ടും അങ്ങനെ വീണുകൊണ്ടിരിക്കും. പിന്നെ ഇതാണ് പള്ളി. ആ കൊച്ചു വരുന്നത് കണ്ടു, കയ്യിലിങ്ങനെ ഇലയും ഫ്ലവറും ഒക്കെ പിടിച്ചുകൊണ്ട്. അങ്ങനെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. എനിക്ക് വീഡിയോയിൽ എല്ലാവരും അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ആൾക്കാർ പള്ളിയിലേക്കാണ് ഇലയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. നമുക്ക് നാട്ടിൽ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടാണ് ഇല കിട്ടുന്നത്. പിന്നെ ഈ പാർലമെൻറ്റ് ബിൽഡിങ്ങും ഈ ഗവൺമെൻറ് ബിൽഡിങ്ങും ഒക്കെ ഇന്നലെ കാണിച്ചില്ലേ, അതൊക്കെ ഈ പള്ളിയുടെ വളരെ അടുത്താണ് കേട്ടോ. ഞാൻ പിന്നെ അറിഞ്ഞത് നമുക്കിവിടെ പോയാൽ മന്ത്രിയുടെ റൂമൊക്കെ പുറത്തുനിന്ന് കാണാൻ പറ്റുമെന്ന്. ഞങ്ങൾ എന്തായാലും മന്ത്രിയുടെ റൂമൊന്നും കണ്ടില്ല. പിന്നെ പള്ളിയുടെ പുറത്ത് പള്ളി മേടയാണിത്. ഇവിടെ ഫുൾ ഡാഫോഡിൽസ് ഇങ്ങനെ നിറച്ചും ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഡാഫോഡിൽസ് ആണെന്ന് മാത്രം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ബാലു ബേക്കറിയിലേക്ക് വന്നു. ബാലു ബേക്കറി. ഇവിടെ കുറച്ച് സുവനീർസ് ഉണ്ട്, സുവനീർ വാങ്ങണം. എല്ലാം ഈ ആണോ? നമുക്ക് നോക്കാം. എന്തായാലും എല്ലായിടത്തും ഈ പശുവിൻ്റെ മണിയാണുള്ളത്. ഇവിടെ ഒരു സുവനീർ ഷോപ്പുണ്ട്. എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബാലു ബേക്കറി പോയിട്ട് കഴിച്ചിട്ട്. ബേക്കറീസിൽ ഇങ്ങനെ കുറേ പേസ്ട്രീസ് അടുക്കി വെച്ചേക്കുന്നത് എൻ്റെ ഡിജിയുടെ വീക്ക്നെസ് ആണ് കേട്ടോ. ഞങ്ങൾ വാങ്ങിയത് വാനില ക്രോസോയും പിന്നെ വേറെ ക്രോസോയും ഒക്കെ ആയിരുന്നു. നേരെ കാണുന്ന ആ സോപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഏറ്റവും മുകളിലത്തെ 2 തട്ടിലിരിക്കുന്നത്, അതും എൻ്റെയും ഡിജിയുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ബെറ്റ്സി അമലേട്ടനും റെക്കമെൻഡ് ചെയ്തിട്ട് കഴിച്ചതാണ്. പിന്നെ ഇവിടെ ഇതുപോലെ കുറേ പേസ്ട്രീസ് ഉണ്ടായിരുന്നു, സാലഡ്സ് ഉണ്ടായിരുന്നു. ഇതെന്തോ ചീസ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പിന്നെ നമുക്ക് കയ്യിൽ എടുത്തിട്ട് പോകാൻ പറ്റുന്ന പോലെ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്തായാലും ഞങ്ങൾ 2 ക്യാപ്ചീനോയും പിന്നെ ഒരു വാനില ക്രോസോ, ഒരു ബട്ടർ ക്രോസോ, പിന്നെ ഒരു സിംറ്റ് റോൾ, അതായത് സിനമൺ റോൾ പോലത്തെ ഒരു സാധനം വാങ്ങി. 3ഉം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നീ നല്ല ഷേപ്പുള്ള ഹൃദയം എടുത്തിട്ട് ഡാമേജ് ആയിട്ടുള്ള ഹൃദയം എനിക്ക് വെച്ചു. എങ്ങനെയുണ്ട് ക്യാപ്ചീനോ? ഏതാ കഴിക്കേണ്ടത് നിനക്ക്? മുകളിൽ ചോക്ലേറ്റ് അല്ലേ? ഞാനും ഡിജയും എവിടെ പോയാലും വനില ക്രോസോ ഉണ്ടെങ്കിൽ അത് വാങ്ങി ട്രൈ ചെയ്യാറുണ്ട്. ഈ ക്രോസോയുടെ പ്രൊനൗൺസിയേഷനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. ക്രോസോവോസോ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. എന്തായാലും ഈ ഫീലിംഗ് ഓക്കെ ആയിരുന്നു. ബട്ട് ഇതിലും അടിപൊളി നമ്മൾ ജർമ്മനിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ലിക്റ്റൻസ്റ്റൈൻ പോകുന്നുണ്ടെങ്കിൽ ഈ ബേക്കറി ഓർത്ത് വെച്ചു കേട്ടോ, ബാലു ബേക്കറി. ഇവർ 365 ഡേയ്സും ഓപ്പൺ ആണ്. ആൻഡ് ഇതൊരു ഫേമസ് ബേക്കറി ആണെന്നാണ് അവിടുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ ഒരു സൺഡേ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വന്ന് കോഫി കുടിച്ച് വർത്താനം പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി സോവനീർസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ സ്വിസ്സിൽ നിന്ന് വാങ്ങിയ സെയിം പശുവുള്ള സോവനീർ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാട്ടോ ലിക്റ്റൻസ്റ്റൈൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. ഇവിടെ ഒരു രാജാവൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കിരീടമൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ അവിടുത്തെ സോവനീർസ് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞങ്ങൾ വേറൊരു മ്യൂസിയത്തിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് വന്നു. ഇതാട്ടോ ഇവിടുത്തെ രാജാവിൻ്റെ കല്യാണ ഫോട്ടോ. രാജാവും രാജ്ഞിയും. പ്രിൻസ് എന്നാണ് പറയുന്നത്, കിങ് എന്നല്ല, പ്രിൻസ് എന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ്റെ 70th ബർത്ത്ഡേ ഒക്കെ ആയി. പുള്ളിയുടെ മൂത്ത മോനാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഫൈനലി നമുക്കൊരു ഫ്ലാഗ് കിട്ടി. യശുവിൻ്റെ മണി എവിടെ പോയാലും ഉണ്ടല്ലേ. യൂഷ്വൽ ഗിഫ്റ്റ് രാജാവിൻ്റെ പെൻ. ഡിജെ ഒരെണ്ണം വെക്കുന്ന കയ്യിൽ. അത് രാജ്ഞിയുടെ പെന്നാ. ഈ സംഭവം പാച്ചസ് ആണ്. ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാഗ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ട്രാവൽ ചെയ്യുന്ന ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരിങ്ങനെ പല രാജ്യത്തെ സംഭവം എടുത്തിട്ട് അവരുടെ ബാഗ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്തിങ്ങനെ ആഡ് ചെയ്യാറുണ്ട്. നല്ല സ്പീഡിൽ കറക്കണം, എന്നാലും കിട്ടും.
ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കയറി വെറുതെ ഫോട്ടോ എടുത്തു. ഇവിടെ നമ്മൾക്ക് എന്തോരം ഫോട്ടോസും വീഡിയോസും വേണമെങ്കിൽ എടുക്കുക, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഞങ്ങൾ ചോദിച്ചുറപ്പിച്ചതിന് ശേഷമാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് കേട്ടോ. സത്യം പറയാൻ എനിക്കും ഡി ജെക്ക് ഒരു ചെറിയ മടി നാണമൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ എടുക്കുന്നത് ശരിയാണെന്നുള്ളത്. അതുകൊണ്ട് പോയി ചോദിച്ചു. പിന്നെ ഡി ജെക്ക് രാജാവായിട്ടിരിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ ഇരിക്കുക പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ കയറി ഇരുന്നിട്ട് ഈ ആക്ഷൻസൊക്കെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലിറ്റൻസ്റ്റൈനിൽ വന്നപ്പോൾ ഇതുണ്ടോ, നമ്മൾ അടിപൊളി ആയതുകൊണ്ട് നമ്മളോട് ഇവിടുത്തെ പ്രിൻസസ് ആയിക്കോന്ന് പറഞ്ഞു. വേണം 2 മിനിറ്റിൽ ഇവിടുത്തെ ഭരണമൊക്കെ ശരിയാക്കി നമ്മൾ പിന്നെ വിസ ചെയ്തുകൊണ്ട് തിരിച്ചു പോവാം ജർമ്മനിക്ക്. ഇതാട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം. ഇതുപോലെ ഒരുപാട് പാർക്കിംഗ് സിറ്റി സെൻട്രൽ തന്നെയുണ്ട്. ആൻഡ് സാറ്റർഡേ സൺഡേ ടോട്ടലി ഫ്രീ ആണ്. അല്ലാത്തപ്പം മാക്സിമം 3 മണിക്കൂർ ഇടാം. നമ്മുടെ വണ്ടി അതാ അവിടെ പാവം വണ്ടി തന്നെ മഴ നനഞ്ഞ് കിടക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റും ഒക്കെ വാങ്ങിയിട്ട് അടുത്തൊരു പോയിന്റിലേക്ക് പോവുക. അതൊരു 3 പോയിൻ്റ് ആണ്, അതായത് 3 കൺട്രീസ് മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ്. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ഓൾറെഡി ലിറ്റൻസ്റ്റൈൻ ഇറങ്ങിയിട്ട് സ്വിസ്സിലേക്ക് കയറണം. ഗൂഗിൾ മാപ്പിൽ കാണുന്നത് കണ്ടോ, ആ പുഴയുടെ നടുക്കൂടെയാണ് 2 രാജ്യത്തിൻ്റെ ബൗണ്ടറി പോകുന്നത്. ഇപ്പം നമ്മളൊരു ബ്രിഡ്ജിലേക്ക് കയറും. ബ്രിഡ്ജിലേക്ക് കയറുന്ന ഈ കാണുന്ന റെഡ് ആൻഡ് യെല്ലോ ഫ്ലാഗാണ് ലിറ്റൻസ്റ്റൈൻ്റെ ഫ്ലാഗ്. നമ്മൾ മുന്നോട്ട് പോയി റിവറിന് നടുക്കെത്തുമ്പോഴേക്കും ഈ കാണുന്ന റെഡ് സംഭവങ്ങളില്ലേ, സ്വിസ്സിൻ്റെ ഫ്ലാഗ് കാണില്ലേ, ഈ പോയിന്റിൽ നമ്മൾ ഓൾറെഡി സ്വിസ്സിലേക്ക് കയറി. ഇനി സ്വിസ്സിൽ കൂടെ ഒന്ന് ട്രാവൽ ചെയ്ത് പോകുമ്പോഴേക്കും ആ 3 കൺട്രീസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. ഇതാട്ടോ റൈൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓസ്ട്രിയ, ജർമ്മനി ആൻഡ് ലിറ്റൻസ്റ്റൈൻ, സ്വിറ്റ്സർലാൻഡ്, എനിക്ക് എപ്പോഴും മാറിപ്പോവാ, ജർമ്മനി പോവാൻ മനസ്സിന്ന്. സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ലിറ്റൻസ്റ്റൈൻ, ഈ 3 രാജ്യങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഒരു ബൗണ്ടറി പോയിന്റ്. അത് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ പുറകിൽ കാണുന്നതാണ് റൈൻ നദി. ഈ നദിയുടെ നടുക്കൂടെയാണ്, ബേസിക്കലി വെള്ളത്തിൽ കൂടെയാണ് അതിർത്തി. ഇപ്പം ഞാൻ നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. ആ കാണുന്നത് ലിറ്റൻസ്റ്റൈൻ ആണ് ഓൾറെഡി. ഞാനിവിടെ ചുറ്റും ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആ 3 പോയിന്റിലേക്ക് പോവാണ്. ഈ വഴി നടന്നിങ്ങനെ വന്നു കേട്ടോ, കാർ ഇങ്ങോട്ടേക്ക് വരത്തില്ല. ഇതാണ് റൈൻ നദി. ഡി ജെ അങ്ങ് താഴേക്ക് പോയി. ആൾക്കാരവിടെ ഒരു പട്ടീനെ കൊണ്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ആ റെഡ് പോയിന്റ്, അതായത് റിവറിന് നടുക്കുള്ള ആ പോയിന്റ്. അതാണ് നമ്മുടെ 3 കൺട്രീസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ആൻഡ് നമ്മൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ആ കാണുന്ന മരമില്ലേ, ആ മരത്തിന് കുറച്ച് ഇപ്പുറത്തായിട്ട് വെള്ളത്തിന് നടുക്ക്. സോ എനിക്കൊന്ന് നടുക്കാണ് കറുത്ത കമ്പ് കിടക്കുന്ന ഏരിയയില്ലേ, ഈ ഒരു കറുത്ത പോയിന്റ്, അതാണ് ഈ 3 കൺട്രീസ് മീറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ പോയിന്റ്, ഇത് സ്വിറ്റ്സർലാൻഡാണ്. ആ ലൈൻ്റെ അപ്പുറം ആ കാണുന്ന മരങ്ങൾ ലിറ്റൻസ്റ്റൈൻ ആണ്. ആൻഡ് ഇതിൻ്റെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ കാണുന്നത് ഓസ്ട്രിയ ആണ്. സോ ബേസിക്കലി ആ മരം ഓസ്ട്രിയ ആണ്. ഇവിടുന്ന് ഈ വെള്ളം ഒഴുകി പോകുന്നത് ഇപ്പോൾ 3 രാജ്യത്തൂടെയാണ് കേട്ടോ. അപ്പം ഇതാണ് 3 കൺട്രീസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇവിടെ ഒരു കല്ലൊന്നും വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചുറ്റും നടക്കാനുള്ള അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇവിടെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല. അപ്പോൾ അതാണ് പോയിന്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 2-3 കൺട്രിയിൽ കാലൊക്കെ കുത്തിയിട്ട് തിരിച്ചു പോട്ടെ. നമ്മൾ നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡ്, ഈ കാണുന്നത് ഓസ്ട്രിയ, ഈ കാണുന്നത് ലിറ്റൻസ്റ്റൈൻ. 2 രാജ്യം ഒരേ സമയത്ത് കാണാൻ പറ്റുന്നു. പാവം ഒരു മരം നടുക്ക്. അവിടെ ഒരു പാലം കിടന്ന് നമ്മൾ വന്നി, അത് കടന്നു പോയാൽ നമ്മൾ ലിറ്റൻസ്റ്റൈൻ എത്തും. ഇവിടെ ഈ പാലം കടന്നു പോയാൽ അവിടെ ഓസ്ട്രിയ എത്തും. ഞാൻ വളരെ കഷ്ടപ്പെട്ട് സൂം ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നത് ഓസ്ട്രിയയുടെ ഫ്ലാഗാണ് കേട്ടോ. യൂറോപ്യൻ യൂണിയനും അവിടെ എഴുതിയിട്ടുണ്ട്. ഓസ്ട്രിയയിലേക്ക് കയറുന്ന പോയിൻ്റാണിത്. ഇവിടെയൊക്കെ ഈ കൺട്രി ബോർഡേഴ്സിൽ ഭയങ്കരമായിട്ട് ചെക്കിംഗ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ നമുക്ക് ഷെങ്കൻ വിസ ആയതുകൊണ്ട് വിസ ഓൾറെഡി ഉണ്ട്. അപ്പം അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ സ്വിസ്സിലേക്കാണ് പോയത്, അതായത് സ്വിസ്സിലെ ബേണിലേക്ക്. അങ്ങനെ നമ്മൾ 3 കൺട്രി ജോയിൻ ചെയ്യുന്ന പോയിൻ്റൊക്കെ കണ്ടു. നമ്മൾ ഞങ്ങൾ ആ ബൗണ്ടറി കൂടി തന്നെ ഇപ്പോഴും നടക്കുന്നത്. ഇനിയുള്ള പ്ലാൻ തിരിച്ചല്ല, ഇപ്പം ഈ സ്വിസ്സിൻ്റെ ബോർഡിലുള്ളത്. എന്നാലും സ്വിറ്റ്സർലാൻഡിലെ ബേൺ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് പോകണം. കാരണം നമ്മുടെ ഫ്രണ്ട്സ് വിക്ടോറിയയും ഡാമിയനും ജർമ്മനിയിൽ നിന്ന് സ്വിസ്സിലേക്ക് മൂവ് ചെയ്യുവാണ് പെർമനൻ്റ്ലി. അപ്പോൾ അവർക്ക്
ഷിഫ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ജർമ്മനിയിൽ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ ആ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെയുള്ള ഫേർണിച്ചറൊക്കെയുള്ള വാൻ എടുത്തിട്ട് ഇപ്പം സ്വിറ്റ്സർലാൻഡിൽ ബേണിലേക്ക് വരും. ബേണിൽ നിന്ന് നമ്മൾ അവരെ സാധനങ്ങൾ അൺപാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ബിക്കോസ് അവർക്ക് ഒത്തിരി സാധനമുണ്ട്, അവർക്ക് കഷ്ടപ്പാടാണ്. അപ്പം ഞങ്ങളുടെ ഈ ട്രിപ്പിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ബേണിലേക്ക് പോകും. അപ്പം പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കും. അവരെത്തുന്ന സമയമാകുമ്പോൾ നമ്മൾ എത്തണമെന്ന് വിചാരിക്കുന്നത്. ഇൻ കേസ് അവർ ലേറ്റ് ആകുവാണെങ്കിൽ ഇടയ്ക്ക് ഏതെങ്കിലും സ്പോട്ടിലൊന്ന് സ്റ്റോപ്പ് ചെയ്ത് എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണാനുണ്ടെങ്കിൽ കാണും. ബട്ട് ലോഡ് ഇറക്കലാണ് ഇന്നത്തെ മെയിൻ പ്ലാൻ. ഡിജ റെഡിയാണോ? എനിക്ക് മസിൽ വളർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം എല്ലാവരും. അവരെ രണ്ടുപേരും മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതിൽ ഞാനും ഡിജയും ഭയങ്കര ഹാപ്പിയാണ്. നമുക്കിങ്ങനെയല്ലേ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുന്നത്. എന്തായാലും അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെയോ അവരുടെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. ബിക്കോസ് അവരുടെ പ്രൈവസീനെ മാനിച്ച് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞങ്ങൾ രാത്രി ഒരു 2 മണിയായി മ്യൂണിക്കിലെത്തിയപ്പോൾ നല്ല ടയേർഡായിരുന്നു. എന്തായാലും താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ഇങ്ങനെ ഡിഫറെൻറ്റ് കൺട്രീസിൽ പോകുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവർക്കും നന്ദി. ബൈ ബൈ.